നിതീഷ് കുമാറിന് ആരോ ഭക്ഷണത്തിൽ എന്തോ കലർത്തി കൊടുക്കുന്നുണ്ട്. പഴയ നിതീഷ് കുമാർ അല്ല ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല, ജനങ്ങളുടെ മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്നില്ല, പാർട്ടി പ്രവർത്തകരോട് സംസാരിക്കുന്നില്ല. ഇങ്ങനൊരു നിതീഷ് കുമാറിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ ജിതൻ റാം മാഞ്ചി പറയാണ്, അദ്ദേഹം ഇപ്പോൾ വേറെ പാർട്ടിയാണ്, ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയോ അങ്ങനെ എന്തോ പറയും. നമ്മൾ പിന്നെ കാണുന്നത് എന്താണ്? അപ്പോൾ SIR പ്രഖ്യാപിക്കുന്നു ബീഹാറിൽ. ബീഹാർ തെരഞ്ഞെടുപ്പ് പോലെ എന്താവും എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കകൾ വരുന്നു. അവിടെ വീണ്ടും BJP വരുമോ, JDU വരുമോ, അവരിൽ ആരായിരിക്കും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെന്ന ആശങ്ക ഉയരുന്നു. നമ്മൾ നോക്കുമ്പോൾ സപ്പോസ് അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് BJP വന്നു എന്ന് കരുതുക. അപ്പോൾ ഇപ്പോഴും BJP ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. JDUവിന് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുണ്ട്. കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാൾ സീറ്റ് ഇത്തവണയുണ്ട്. ഇവർ തമ്മിൽ 4 സീറ്റിന് വ്യത്യാസമേ ഉള്ളൂ. 84 89 അങ്ങനെയാണ്. അവിടെ 120 സീറ്റിൽ BJP വരികയും ഒരു 60 സീറ്റിന് താഴേക്ക് JDU പോവുകയും ചെയ്തിരുന്നെങ്കിൽ കേന്ദ്രത്തിൽ കേന്ദ്ര സർക്കാർ താഴെ പോകുമായിരുന്നു. അതായത് നിതീഷ് കുമാറിന് വോട്ട് കുറയും, സീറ്റ് കുറയുകയും BJP വലിയ ഒറ്റകക്ഷിയായി അവർ കേവല ഭൂരിപക്ഷം ലഭിച്ചെന്നോ അല്ലെങ്കിൽ ചെറിയ മാർജിനില്ലാതെ നഷ്ടപ്പെട്ടു എന്ന് കരുതുക, കേന്ദ്രത്തിൽ സർക്കാർ വീഴുമായിരുന്നു. ഇനി JDU ഏറ്റവും വലിയ ഒറ്റകക്ഷി അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം നേടുകയും BJPയുടെ ടാലി കുറയുകയും ചെയ്തിരുന്നെങ്കിൽ, എന്നിട്ട് രണ്ടുപേരും അധികാരത്തിൽ വന്നാലും JDU അവിടെ BJPയുമായിട്ട് സ്പ്ലിറ്റ് ആവുകയും കേന്ദ്രത്തിൽ ഭരണം പോകും. വിൻ വിൻ സിറ്റുവേഷനിൽ അതായത് JDU പോവുകയും ചെയ്യരുത്, BJP പിന്തുണയിൽ നിൽക്കുകയും വേണം, കേന്ദ്രത്തിൽ ഭരണം നിൽക്കണം എന്ന റിസൾട്ടാണ് ബീഹാറിൽ വന്നത്. 84-89 പറഞ്ഞതാണ്. നിതീഷ് കുമാറിന് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എന്തെങ്കിലും നിരാശയുണ്ടായോ? ഇല്ല. 84 സീറ്റുണ്ട്. അധികം പുറയല്ല BJPക്ക് ഭരണത്തിൽ നിൽക്കാൻ പറ്റില്ല, പറ്റും. കാരണം 4 സീറ്റ് കൂടുതലാണ്. കേന്ദ്രത്തിൽ നിന്ന് നിതീഷ് പിന്തുണ പിൻവലിക്കുകയില്ല. ഇനി BJPയെ സംബന്ധിച്ചെന്താണ്? BJP ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയ്ക്ക് അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യമാണ്. പക്ഷേ നിതീഷ് കുമാറിനെ പിണക്കാൻ പറ്റില്ല, കേന്ദ്രത്തിൽ ഭരണം നിലനിർത്തേണ്ടതാണ്. മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു. 4 മാസം കഴിഞ്ഞപ്പോൾ നിതീഷ് കുമാറിൻ്റേതല്ല എന്ന് ഉറപ്പുള്ള അദ്ദേഹത്തിൻ്റെ വിശദീകരണമാണ് ട്വിറ്ററിലുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെയല്ല, നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. നിതീഷ് കുമാർ സാധാരണ പ്രയോഗിക്കുന്ന വാക്കുകളെയല്ല അത്. ഞാൻ നിയമനിർമ്മാണ സഭകളുടെ എല്ലാ സഭകളിലും ഇരുന്നിട്ടുണ്ട്, MLC ആയിരുന്നിട്ടുണ്ട്, MLA ആയിട്ടിരുന്നിട്ടുണ്ട്, MP ആയിരുന്നിട്ടുണ്ട്. ഞാൻ ഇനി പോകാത്ത രാജ്യസഭ മാത്രമേ ഉള്ളൂ, അവിടെയും കൂടി പോകണമെന്ന്. എന്തൊരു വിചിത്രമായ വാദമാണിത്. എനിക്ക് അവിടെ കൂടിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം റിസൈൻ ചെയ്യുകയാണ്. അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ തീരുമാനമാണെന്ന് പറയാൻ കഴിയില്ല. ഇത് പറയാനുള്ള ഒരു കാരണം കൂടിയുണ്ട്. ബീഹാർ എന്ന് പറഞ്ഞാൽ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പോലെയോ ഒന്നുമല്ല. മാധ്യമങ്ങൾ കുറേ കൂടി പെനിട്രേഷനുള്ള സംസ്ഥാനമാണ്. മാത്രമല്ല ജനങ്ങൾ കുറേ കൂടി പൊളിറ്റിക്കലി എൻലൈറ്റൻഡ് ആയിട്ടുള്ള സംസ്ഥാനമാണ്. ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലുള്ള ബീഹാറിൽ അവർ സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലൊക്കെ പുറകിലാണെങ്കിലും രാഷ്ട്രീയമായ ഉൾക്കാഴ്ചയുള്ള ജനങ്ങളാണ് ബീഹാറിലേത്. അതായത് ഓരോ ദിവസത്തെയും രാഷ്ട്രീയ ചലനങ്ങൾ വീക്ഷിക്കുന്ന ആൾക്കാരാണ്. ഈ റിസഗ്നേഷൻ കൊടുക്കാൻ ഹോളി അവധി ദിവസമായി ഇന്ന് തീരുമാനിച്ചത് എന്തിനാണ്? ഇന്ന് പത്രം വരില്ല. കാരണം ബീഹാറിലെ ഗ്രാമങ്ങളിൽ ടെലിവിഷനോ സോഷ്യൽ മീഡിയ എല്ലാ ആളുകളും വിവരങ്ങൾ അറിയാം, പത്രങ്ങളിലൂടെയാണ്. പത്രം വായനയാണ് കൂടുതൽ. സാക്ഷരതയുള്ള ആളുകൾ പത്രമാണ് വായിക്കുന്നത്, പത്രങ്ങളെയാണ് ആശ്രയിക്കുന്നത്. പത്രമില്ലാത്ത ദിവസം ഈ റെസിഗ്നേഷൻ വരണം. കാരണം JDUവിൻ്റെ വോട്ട് ബേസിൽ ഇത് വലിയ കുഴപ്പമുണ്ടാക്കരുത്, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ റെസിഗ്നേഷൻ കൊടുക്കുമ്പോൾ നോമിനേഷൻ കൊടുക്കുന്ന ഈ ദിവസം ഒരു മാധ്യമങ്ങളോട് കവർ ചെയ്യാൻ പാടില്ല എന്ന് പാട്ന ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടു. മാധ്യമങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ 10ാം നമ്പർ ഗേറ്റിൽ പോയി നിന്നോളണം, അകത്തേക്ക് കയറരുതെന്ന് പറഞ്ഞു. എന്താ ഇതിൻ്റെ അർത്ഥം? ഇതൊരു സൈലൻറ്റ് കൂ ആണ്. ഈ സൈലൻറ്റ് കൂവിൽ നിതീഷ് ഇനി നിശബ്ദനായിരിക്കും. ഇനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കരിയറിൽ അദ്ദേഹം നിശബ്ദനായിരിക്കും. അങ്ങനെ നിശബ്ദരായിപ്പോയ എത്രയോ ആളുകൾ ഇന്ത്യയിലുണ്ട് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ. സത്യപാൽ മല്ലിക് മുതൽ നമ്മുടെ പഴയ ഉപരാഷ്ട്രപതി ജൻദീപ് ധൻഖഡ് മുതൽ. അപ്പോൾ ഈ നമ്മുടെയൊക്കെ മക്കളുടെ കാലത്ത് ആരെങ്കിലുമൊക്കെ പുസ്തകം എഴുതും, സൈലൻറ്റ് കൂസ് ഇൻ മോഡീസ് ഇന്ത്യ എന്ന പറയുന്ന പുസ്തകങ്ങൾ വരും, ലേഖനങ്ങൾ വരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന രാജ്യമായി നമ്മൾ എന്താണ് ചർച്ച ചെയ്യുന്നത്? എങ്ങനെ BJP പ്രാദേശിക കക്ഷികളെ വിഴുങ്ങിക്കൊണ്ട് അധികാരത്തിൽ വരുന്നു. ബീഹാർ അതിന് മറ്റു ഉദാഹരണമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അതല്ല നടക്കുന്നത് എന്ന് നമുക്ക് ചുമ്മാ വെറുതെ നോക്കിയിരുന്നാൽ കാണാം. BJP അങ്ങനെ വിഴുങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്ര അതിന് ഉദാഹരണമാണ്. തമിഴ്നാട്ടിൽ AIDMKയുടെ ഒപ്പം AIDMK ക്ഷീണിച്ചു പോയതല്ലാണ്ട് BJP വളർന്നിട്ടില്ല. അങ്ങനെ BJPക്ക് ഒരൊറ്റ ഓപ്ഷൻ മാത്രമല്ല ഉള്ളത്, BJPക്ക് പല ഓപ്ഷൻസും ഉണ്ട്. പ്രത്യേകിച്ചും അമിത്ഷായുടെ അണ്ടറിൽ BJPക്ക് പലതരം ഓപ്ഷൻസും ഉണ്ട് അധികാരം പിടിക്കാൻ. അതിലൊരു പുതിയ മാർഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ ബീഹാറിനെ ഒരു സ്പെസിമെനായിട്ട് എടുക്കാമെന്നേ ഉള്ളൂ. അതാണ്. അപ്പോൾ രാജ്യസഭയിൽ എന്തായിരിക്കും ബ്ലാക്ക് മെയിൽ തന്ത്രം എന്നുള്ളത്? ഒരു ബ്ലാക്ക് മെയിലാണ്. ഇപ്പം ജിതൻ റാം മാഞ്ചി പറഞ്ഞ പോലെയാണോ? നിതീഷ് കുമാർ പറയണ്ടേ? അദ്ദേഹം പുറത്തു വന്ന് പറയണം. നിതീഷ് കുമാർ അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല. അദ്ദേഹം വേറെ എന്തൊക്കെയോ ചെയ്യുന്നു. പഴയ നിതീഷ് കുമാറേ അല്ല ഇപ്പോൾ. അതാണ് സമയത്ത് തന്നെ ഫുഡിൽ വിഷം കലർത്തുന്ന ഒരു കഥയുണ്ട്. പക്ഷേ എത്ര കാലം നിതീഷ് കുമാറിനെ BJPക്ക് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി വെക്കാൻ പറ്റും?